ഗുഡ് ആഫ്റ്റർനൂൺ വ്യൂവേഴ്സ്. ഇന്നിപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ തന്നെ അരമണിക്കൂർ കൂടിയുള്ളൂ. സോ ഞാൻ രാവിലെ കുറച്ച് സ്റ്റോക്ക് പറഞ്ഞു. ഈ ടാറ്റ സ്റ്റീലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ടാറ്റ സ്റ്റീൽ ഈസ് ഓൾമോസ്റ്റ് ഒരു 159.20 ആയിരുന്നു എൻ്റെ ഇന്ന് ഹൈ പോയത്. സ്റ്റഡി ഇന്ന് മാർക്കറ്റിൽ സ്റ്റഡി ആയിരുന്നു ടാറ്റ സ്റ്റീൽ. പിന്നെ ഹവൽസ് മൂഡ് ലൈക്ക് എനിത്തിങ്. സോ ഹവൽസ് 1500 ഇറ്റ് ഈസ് ഡൂയിങ് നൗ 156 ഹവൽസ് ചെയ്യുന്നത്. ഹവൽസ് മൂഡ് വെൽ. Voltas doesn't make much move in the intraday. So there is another stock I mentioned, Deepak Nitrate in the morning. Deepak Nitrate 2044. I think tomorrow it will do better. Deepak Nitrate. So പിന്നെ ഞാൻ പറഞ്ഞ സ്റ്റോക്ക് NTPC also is lifted around 348 വരെ NTPC വന്നിരുന്നു. യുണൈറ്റഡ് സ്പിരിറ്റ് ആയിരുന്നു ഞാൻ ഒരു ലോങ് ടേം ബെറ്റായിട്ടിരുന്നത്. യുണൈറ്റഡ് സ്പിരിറ്റിൻ്റെ ഏറ്റവും നല്ല പ്രൈസ് ഒരു 1300 ആണ്. പക്ഷേ 1325 റുപ്യയിൽ നിന്ന് ഇപ്പോൾ 1346 രാവിലെ കൊണ്ട് പോയി ഒരു മൂവ് ചെയ്തത് യുണൈറ്റഡ് സ്പിരിറ്റ്. പിന്നെ കാണാം. പിന്നെ സ്റ്റോക്ക് ITC ആണ്. ITC ഒരു ലോങ് ടേം ബെറ്റായിട്ട് കൺസിഡർ ചെയ്യുന്ന സ്റ്റോക്കാണ്. 400 റുപ്യയിൽ ITC കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. സോ അഡാനി പോർട്ട് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ ഒരു സ്റ്റോക്ക് പറഞ്ഞിരുന്നു, മാൻകൈൻഡ് ഫാർമ ആൻഡ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. ഈ രണ്ട് സ്റ്റോക്കും ഒന്ന് നന്നായിട്ട് മൂവ് ചെയ്തിരുന്നു. ഇൻഡസ്ഇൻഡ് ബാങ്ക് ഞാൻ പറയുമ്പോൾ 670 ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് അത് 700 ഇന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻഡസ്ഇൻഡ് ബാങ്ക് നല്ല മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് വരും മാസങ്ങളിൽ. അതുപോലെ മാൻകൈൻഡ് ഫാർമ ഏകദേശം ഒരു 10-60 റുപ്യന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. 2189 മാൻകൈൻഡ് ഫാർമ മൂവ് ചെയ്യുക. ഇന്നലത്തെ വീഡിയോൻ്റെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. സോ ഇന്ന് ഞാൻ കാണുന്ന ചില സ്റ്റോക്കുകളെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ മാർക്കറ്റ് ഹാസ് ഡൺ സെൻസെക്സ് 200 പോയിന്റ് അപ്പിലുള്ളത്. സോ ഇതൊക്കെയാണ് ഇന്ന് മാർക്കറ്റിൽ വലിയൊരു മൂവ് ചെയ്ത സ്റ്റോക്കുകൾ. പിന്നെ ഈ ഭാരതി എയർടെലും ഈസ് കോൺട്രിബ്യൂട്ടഡ് വെൽ ടു ദ ഇൻഡെക്സ്. ഭാരതി എയർടെൽ എന്നാ ചേരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ പഴയത്തെ ഒരു യൂണിയൻ മിനിസ്റ്റർ ചിദംബരത്തെ കുറിച്ച് അറിയാമായിരിക്കുമല്ലോ. ചിദംബരമാണ് ഈ ആദ്യമായിട്ട് ഈ വളരെ ദിവസം ഈ തിഹാർ ജയിൽ ഇന്ത്യയിലെ ഏറ്റവും ഹൈ സെക്യൂരിറ്റി പ്രിസൺ ആണല്ലോ. അങ്ങനെ ഈ തിഹാർ ജയിലിൽ അയാളൊരു വിസിറ്റ് ഒരു 3 മണിക്കൂർ വിസിറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ തിഹാർ ജയിലുകളെ വിസിറ്റ് ചെയ്ത സമയത്ത് അയാൾക്കൊരു പ്രത്യേക ഒരു ഈ സജസ്റ്റഡ് ദ ജയിൽ അതോറിറ്റീസ് ഹിസ് വിഷൻ അബൌട്ട് ഹൗ ടു മേക്ക് എ സസ്റ്റൈനബിൾ ജയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് അയാൾക്കൊരു വിഷൻ ഉണ്ടാക്കി. അങ്ങനെയാണ് 2009 ഈ ചിദംബരം ഒരു മെയ്ഡ് ഇൻ തിഹാർ പ്രോഡക്റ്റ് ജനറേഷൻ പ്രോഡക്റ്റിനെ കുറിച്ച് ആലോചിച്ചു. അങ്ങനെ തിഹാർ ജയിലിൽ വെച്ചൊരു മെയ്ഡ് ഇൻ തിഹാർ ജയിലിലെ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങി. അവരാദ്യം അത് 6 കോടി റുപ്യൻ്റെ റവന്യൂ ഉണ്ടാക്കിയ തിഹാർ ജയിലിൽ. അതിൻ്റെ പ്രോഫിറ്റ് ആദ്യത്തെ കൊല്ലം തന്നെ 60 ലക്ഷം റുപ്യ പ്രോഫിറ്റ് ഉണ്ടാക്കി. 2010 സമയത്ത് അതിൻ്റെ റവന്യൂ ഏകദേശം 10 കോടി തിഹാർ ജയിലിൻ്റെ റവന്യൂ പോയിരുന്നു അവർ. അവരെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ടൈലറിങ്, പോട്ടറി, ബേക്കിംഗ് പ്രോഡക്ട്സ്, ഇങ്ങനെയുള്ള പല ഐറ്റംസും തിഹാർ ജയിലിൽ ഉണ്ടാക്കിയിട്ട് പുറത്ത് വിൽക്കുക ചെയ്യുന്നു. അങ്ങനെ 2011 ഇവർക്ക് ഡൽഹിയിലെ ഈ ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഗവൺമെൻറ് NCT ഡൽഹിയിൽ നിന്ന് 60,000 ഈ ഡ്യുവൽ ഡെസ്ക് ഗവൺമെൻറ് സ്കൂളിൽ സപ്ലൈ ചെയ്യാനുള്ള ഒരു ഓർഡർ കിട്ടിയിരുന്നു. അതിൻ്റെ വാല്യൂ തന്നെ 12 കോടി റുപ്യയാണ്. സോ തിഹാർ ജയിലിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 5 എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് തുറന്നു. അതിൻ്റെ ഒരു ബ്രാൻഡിനെ ഉണ്ടാക്കി, TJ എന്നുള്ളൊരു ബ്രാൻഡ് ഡൽഹിയിൽ ഉണ്ടാക്കിയവർ. അതുപോലെ ഇവരെ പ്രോഡക്ട്സ് ഡൽഹിയിലെ എന്താ പറയുക ഖാദി ബോർഡ്സിൻ്റെ വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ ഒക്കെ സ്റ്റാളിലൊക്കെ ഇത് വിൽക്കാൻ തുടങ്ങി. സോ അത് തിഹാറിന് എന്താ പറയുക അതിൻ്റെ ഒരു സസ്റ്റൈനബിൾ ബിസിനസ് മോഡൽ ആക്കി എടുത്തത് ചിദംബരം ആയിരുന്നു. അതിൻ്റെ ഒരു സസ്റ്റൈനബിൾ ഒരു ജയിലാക്കി മാറ്റിയത്. അതുപോലെ തന്നെ ഈ തിഹാർ ജയിലിൽ അയാൾ ഈ പഠിക്കാത്ത കുട്ടികളെ പഠിപ്പിച്ചു. അതിൽ ഏകദേശം 96 കുട്ടികൾക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിൽ എൻറോൾ ചെയ്തിട്ട് പഠിപ്പിച്ചു. അതിൽ 2215 കുട്ടികളെന്നെ അതിൻ്റെ അകത്ത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. അതിൽ 5 കുട്ടികളാണ്. അത് പിന്നെ MBA പാസ്സായ 5 കുട്ടികൾ. അതിൽ 6 കുട്ടികൾ സിവിൽ സർവീസ് എക്സാംസ് പ്രിപ്പറേഷൻ തുടങ്ങി. സോ അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ അയാൾ ഈ ജയിലിനുള്ളിൽ വെച്ചായിരുന്നു.
അത് വലിയൊരു കാര്യമാണ്. സി ദാറ്റ് മീൻസ് യു ആർ എ ലിറ്ററേറ്റ്. ലിറ്ററേറ്റിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ തന്നെ യു ഹാവ് ടു ഇല്ലിറ്ററേറ്റ് ദ പീപ്പിൾ, ആൻഡ് എഡ്യൂക്കേറ്റ് ദ ഇല്ലിറ്ററേറ്റ് പീപ്പിൾ ആൻഡ് ഹെൽപ്പ് ദം ടു റീഡ് ആൻഡ് റൈറ്റ്. അതാണ് ലിറ്ററസീൻ്റെ ഒരു മീനിങ് തന്നെ. അപ്പോൾ അതുമാത്രമല്ല, ഈ 2014 തന്നെ തിഹാർ ജയിലിൽ പഠിച്ച കുട്ടികളെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ചെയ്യാൻ നമ്മുടെ അഗർവാൾ പാക്കേഴ്സ്, വേദാന്ത ഫൗണ്ടേഷനൊക്കെ അവരെ കമ്പനിയിൽ അബ്സോർബ് ചെയ്യാൻ അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് ജയിൽ പുള്ളികൾക്ക് 10-25,000 രൂപ ശമ്പളത്തിൽ ഈ കമ്പനി ജോലി കൊടുത്തു. സോ ഇതൊരു വലിയൊരു സക്സസ് സ്റ്റോറി ആയിരുന്നു ഈ തിഹാർ ജയിലിൽ ചിദംബരം ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് നമ്മളെ നാട്ടിലെ കേരളത്തിലെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലോ അല്ലെങ്കിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലൊക്കെ നമ്മളെ രാഷ്ട്രീയ തടവുകാർ ഉണ്ടാക്കുന്നുണ്ടോ എന്നറിയില്ല. മറ്റുള്ള തടവുകാരൊക്കെ ഈ ചപ്പാത്തിയും എന്താ പറയുക ഇതുപോലുള്ള ജയിൽ പ്രോഡക്ട്സ് ഉണ്ടാക്കി വെക്കുന്നതെല്ലാം അതിനുശേഷമാണ് പറഞ്ഞത്. പക്ഷേ ഇറ്റ് വാസ് ഫസ്റ്റ് ഇനിഷ്യേറ്റഡ് ഫ്രം തിഹാർ ജയിൽ. സോ അതൊരു വലിയൊരു ഇൻസ്പയറിങ് സ്റ്റോറിയാണ് എനിക്കിത് പറയാനുള്ളത്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട് സേ. എനിവേ ഐ വിൽ കം ബാക്ക് ടു ദ മാർക്കറ്റ് അഗെയിൻ. മാർക്കറ്റിൽ നിന്നിപ്പം HDFC ബാങ്കും ICICI ബാങ്കും വളരെ ഫേമായിട്ടാണ് ഞാൻ കാണുന്നത്. നിഫ്റ്റി ഓൾമോസ്റ്റ് ഫേമായിട്ട് കാണുന്നത് 22,900 നിഫ്റ്റി വളരെ ഫേമായിട്ട് കാണുന്നു. HDFC ബാങ്ക് ഈസ് ഡൂയിങ് വെരി വെൽ. ICICI ബാങ്ക് 1316 വരെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഐ തിങ്ക് ഇറ്റ് വിൽ ഗോ അപ് ടു 1320. അത് ഇന്ന് 1320 ക്ലോസിംഗ് വരുമോ എന്നറിയില്ല. പക്ഷേ ഐ എം എക്സ്പെക്ടിങ് ഓൾമോസ്റ്റ് 1320 വരാൻ സാധ്യതയുണ്ട് ICICI ബാങ്ക്. TCS വാസ് ഓൾസോ അന്ന് നല്ല കറക്റ്റ് ചെയ്ത് TCS വന്നിരുന്നു. പക്ഷേ 3472 TCS ബൈ ആയിരുന്നു. കാരണം TCS ഇസ് എ വെരി സ്ട്രോങ് സ്റ്റോക്ക്. അതുപോലെ 1570 ഇൻഫോസിസ് ഈസ് അഗൈൻ എ ബൈ ആണ്. So again, these are all not a buy or sell recommendation. I am just, this is just a educational purpose video. So there is no buy or sell recommendation. You have to consult with your financial advisor before making any financial decision, because my views may go wrong always. So thank you viewers. Thank you for watching my channel. Please do subscribe my channel. Have a nice day.